അതിലാദ്യം ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ വൂണ്ട് ഹീലിംഗ് ക്രീം എന്ന് പറയുന്ന മുറിവിനും പൊള്ളലിനും ഒക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. പ്രധാനമായും അതിൽ 7 ചേരുവകളാണ് അടങ്ങിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ചേരുവ എന്ന് പറയുന്നത് സാൽറസിൻ, അല്ലെങ്കിൽ നമ്മളെ ഒരു മരത്തിന്റെ കറയാണ് സാൽമരം എന്നൊക്കെ പറഞ്ഞ. സാൽമരം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ വാണിജ്യാടിസ്ഥാനത്താണ് റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ ഒക്കെ പണ്ട് കാലങ്ങളിൽ റെയിൽവേ പ്ലാറ്റ്ഫോം, ഇപ്പൊ അടിയുടെ സ്ലീപ്പർ ആയിട്ട് ഇടുന്ന കോൺക്രീറ്റ് പീസ് ആണെങ്കിൽ പണ്ട് കാലങ്ങളിൽ മരങ്ങളായിരുന്നു ഇട്ടത്. ആ മരത്തിൽ ആ സ്ലീപ്പർ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു മരമാണ് സാൽമരം എന്ന് പറയുന്നത്. അതിന്റെ കറയാണ് യഥാർത്ഥത്തിൽ ഒന്നാമത്തെ കണ്ടന്റ്. ഈ സാൽമരത്തിൽ നിന്ന് കിട്ടുന്ന റസിൻ, ഈ റസിൻ ഒരുപാട് ഔഷധ മൂല്യമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പ്രധാനമായും ഈ ഔഷധ മൂല്യം കൊണ്ട് പ്രമേഹ രോഗത്തെ ചികിത്സിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ. ആയുർവേദത്തിൽ പ്രമേഹ രോഗത്തിനുള്ള ചികിത്സയ്ക്ക് എടുത്തുകൊണ്ടിരുന്ന സാധനമാണ്. അതുപോലെ തന്നെ മുറിവുകൾ ഉണങ്ങാനുള്ള ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നമായിട്ടും നമ്മളെ സാൽറസിൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ചെവി കേൾക്കാത്ത ആളുകൾക്കൊക്കെ ചില മരുന്നുകളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് അതിനകത്തും ഈ പറയുന്ന കറ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ബധിരതയൊക്കെ മാറ്റാൻ ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നമായിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ ആയുർവേദത്തിന് ഏറ്റവും കൂടുതൽ ആശ്രയിച്ച കാലത്ത് ആളുകൾ ഉപയോഗിച്ച, അല്ലെങ്കിൽ വൈദ്യന്മാർ ഉപയോഗിച്ച ഒരു കണ്ടന്റ് ആണെന്ത്, ഈ സാൽറസിൻ എന്ന് പറയുന്ന കറ. ഈ കറ നമ്മുടെ മുറിവുകൾ ഉണങ്ങാൻ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഉണങ്ങാത്ത മുറിവുകൾ പലർക്കും ചെറിയ ആളുകൾക്കുണ്ടാവും, പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല, ഷുഗർ പേഷ്യന്റ് ഒന്നും ആയിരിക്കില്ല, എങ്കിലും ഉണങ്ങാതെ കുറെ കാലമൊക്കെ നിൽക്കുന്നുണ്ട്. അവരുടെ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ്. ആ ഉണങ്ങാത്ത മുറിവുകളെ പോലും ഉണക്കാനുള്ള കപ്പാസിറ്റി ഈ പറയുന്ന സാൽറസിൻ എന്ന് പറയുന്ന ആ റസിനുണ്ട്, അല്ലെങ്കിൽ കറക്കുണ്ട്. മറ്റൊന്നാണ് ഉങ്ങ് എന്ന് പറയുന്നത്. ഉങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു റോഡ് സൈഡിലൊക്കെ ഗവൺമെന്റ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്, ഇന്ന് ഏറ്റവും കൂടുതൽ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരമാണ്. എൻ്റെ ലൊക്കേഷനിൽ, ഞാൻ ജീവിക്കുന്ന ലൊക്കേഷനിൽ പേരാമ്പ്ര മുതൽ കുറ്റ്യാടി വരെയുള്ള ആ ലൊക്കേഷനിലൊക്കെ ഇഷ്ടംപോലെ മരത്തൈകൾ റോഡ് സൈഡിലുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ഉങ്ങാണ്. അതിന്റെ വിത്താണ് സാധാരണ നമ്മുടെ ഈ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, സീഡാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, അതും ഈ പറഞ്ഞ പോലെ തന്നെ സ്കിന്നിന്റെ പ്രോബ്ലത്തിന്, സ്കിൻ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. സ്കിൻ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ വരണ്ട ചർമ്മം പോലുള്ള പ്രശ്നങ്ങൾ, എന്താ പറയാ, സ്കിന്നുമായി ബന്ധപ്പെട്ട് പൊട്ടുന്ന ചില ചർമ്മങ്ങളൊക്കെ, പൊട്ടുന്ന ചർമ്മങ്ങൾ ഉണ്ടാവും. ചില ആളുകൾക്ക് പിണ്ട് കയറി പൊട്ടുകയൊക്കെ ചെയ്യും. അപ്പോ അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് സാധാരണ ദഹന പ്രക്രിയക്കൊക്കെ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് അതല്ല ഉപയോഗിക്കുന്നത്. കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമുള്ള ആളുകൾക്കും, അതുപോലെ തന്നെ ഗട്ട്സിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ്, അതായത് എന്താ പറയാ, നമ്മളെ അന്നനാളം മുതൽ അങ്ങോട്ടുള്ള പല പ്രശ്നങ്ങൾക്കും അതിന് ഉപയോഗിക്കുന്ന ഒരു കണ്ടന്റ് ആണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്കിൻ ഡിസോർഡേഴ്സിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇവിടെ വൂണ്ട് ഹീലിംഗ് ക്രീമിൽ ഇത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒന്ന് നമുക്കറിയാം, നമ്മളെ ബ്ലഡ് പ്യൂരിഫയറിലൊക്കെ അടങ്ങിയിട്ടുള്ള മഞ്ചിഷ്ട അല്ലെങ്കിൽ മഞ്ചട്ടി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണ്. അതിന് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയാ, ഗ്ലോയിങ് സ്കിന്ന് ക്രിയേറ്റ് ചെയ്യാൻ. നമുക്ക് പൊതുവെ ഒരു സ്കിന്നിന്റെ മുറിവിന് മാത്രമല്ല, വൂണ്ട് ഹീലിംഗ് നമ്മൾ പല ആളുകളും മുഖത്തൊക്കെ തേക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഗ്ലോയിങ് സ്കിൻ ക്രിയേറ്റ് ചെയ്യാനും ഒരു സൂത്തിങ് എഫക്റ്റ്, നല്ല സ്മൂത്ത്നെസ് കിട്ടാനും സോഫ്റ്റ് ആയ സ്കിന്ന് ഡെവലപ്പ് ചെയ്യാനൊക്കെ സഹായിക്കും. യഥാർത്ഥത്തിൽ എന്താ പറയുക, സ്കിൻ പ്രൊട്ടക്ഷൻ എന്ന് വേണേൽ പറയാം. നമുക്ക് മുറിവോ അല്ലെങ്കിൽ പൊള്ളലോ മാത്രമല്ല, അല്ലാതെ തന്നെയും നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു സ്മൂത്ത് സ്കിൻ, സോഫ്റ്റ് സ്കിൻ ഉണ്ടാക്കിയെടുക്കാനും ഗ്ലോയിങ് സ്കിൻ ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കുന്ന ഒരു ഘടകം. അതുകൊണ്ടാണ് നമ്മുടെ പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, അതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ നമ്മളെ മൾട്ടി ആക്ഷൻ ഫെയർനെസ് ക്രീം അത് ഉപയോഗിക്കാൻ പറയുന്ന സമയത്ത് ചില ആളുകൾ പറയും, സാറേ എനിക്ക് വൂണ്ട് ഹീലിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട്, മുഖക്കുരുവിനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. അതിന് വേറെയും കാരണമുണ്ട്. ഇതിനടങ്ങിയിട്ടുള്ള മറ്റൊരു കണ്ടന്റ് ആണ് ദേവദാരു തൈലം. അതിന്റെ സ്റ്റെമ്പാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ദേവദാരു എന്ന് പറയുന്ന മരത്തിന്റെ അതിന്റെ തൈലം, അതിന്റെ സ്റ്റെമ്പിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ ദേവദാരു തൈലത്തിനും
ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിലൊന്ന് ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, മുഖക്കുരു മാറ്റാനുള്ള കപ്പാസിറ്റി. അതുകൊണ്ടാണ് നമ്മളെ പല ആളുകളും പറയാറുണ്ട്, മുഖക്കുരു വരുന്ന സമയത്ത്, ചെറിയൊരു തടിപ്പൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ കുറച്ച് വൂണ്ട് ഹീലിംഗ് എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണില്ല, അത് മങ്ങിപ്പോകും എന്ന് പറയുന്നത് അതിന്റെ തുടക്കത്തിൽ തന്നെ അതിനുള്ള പ്രതിവിധി നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ദേവദാരു തൈലവും ഈ പറയുന്ന ഗുണമുള്ളതാണ്. അതുപോലെ തന്നെ മരമഞ്ഞൾ എന്ന് പറയുന്ന ഒരു ചെടിയും, അല്ലെങ്കിൽ അതിന്റെ സ്റ്റെമ്പാണ്, അതിന്റെ കമ്പാണ് ഉപയോഗിക്കുന്നത് മരമഞ്ഞൾ എന്ന് പറഞ്ഞാൽ. ഈ പറയുന്ന രണ്ട് കണ്ടന്റുകൾ മൂക്കുരു മാറ്റാൻ ബെസ്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താകും, ഇത് ഉപയോഗിക്കുന്ന സമയത്ത് മൂക്കുരുനൊക്കെ നല്ല മാറ്റങ്ങൾ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് വേറെയും കുറെ ഗുണങ്ങളുണ്ട്. സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങൾ, ചർമ്മരോഗമാണ്. ആ സോറിയാസിസ് പോലുള്ള, അതുപോലെ തന്നെ സ്കാബീസ് എന്ന് പറയുന്ന രോഗം, അതുപോലെ എക്സിമ, ഇതിനൊക്കെ നല്ല ഗുണം കിട്ടും. അതേപോലെ തന്നെ ഇത് താരന് നല്ലതാണ്, പക്ഷെ താരൻ നമ്മൾ ഉപയോഗിക്കാറില്ല. തലയിൽ വേണം തേക്കാം, പ്രശ്നവുമില്ല. പക്ഷെ തലയിൽ തേക്കാൻ നമ്മളത് വേറെ പ്രൊഡക്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യാത്തത്. നമ്മൾ പൊതുവെ ഇതിനെ മുറിവ്, പൊള്ളല്, ചതവ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കറ്റാർ വാഴയുണ്ട്. കറ്റാർ വാഴ നമുക്കറിയാം, അതിന് തണ്ടും കായൊന്നും ഇല്ല, അതിന് ഇല മാത്രമേ ഉള്ളൂ. അപ്പോ അതിന്റെ ഉപയോഗിക്കുന്ന ലീഫാണ്. ഇതും ഉണങ്ങാത്ത മുറിവുകൾ, ഇത്രയും കാലപ്പഴക്കമുള്ള ഉണങ്ങാത്ത മുറിവുകൾ ഉണങ്ങാനും, പൊള്ളൽ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് വരാതിരിക്കാനും സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന കറ്റാർ വാഴ എന്ന് പറയുന്ന കണ്ടന്റ്. മറ്റത് ടീ ട്രീ ഓയിലാണ്. ഇതിനും ഉണ്ടാകുന്ന ഇതിന്റെ ഒരു ഗുണമാണ് പല ആളുകളും എനിക്ക് കുഴിനകത്തിന്റെ റിസൾട്ട് കിട്ടിയെന്ന് പറയാനുള്ള കാരണം. ഈ നഖത്തിനിടക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ബാക്ടീരിയകൾ, അല്ലെങ്കിൽ നെയിൽ ഫംഗസ് എന്നുള്ളത് പറയാം, നഖത്തിനിടക്കുണ്ടാകുന്ന ഫംഗസുകൾ, ഇതാണ് കുഴിനകമായി മാറുന്നത്. ഈ കുഴിനകത്തിനെ ഇല്ലാതാക്കാൻ കപ്പാസിറ്റി ഈ ടീ ട്രീ ഓയിലിനുണ്ട്. അത് വേറെ ഗുണമുണ്ട്. തലയിൽ പുരട്ടിയാലും കുറെ ഗുണമുണ്ട്. തലയിൽ പുരട്ടിയാലുള്ള ഗുണം, പേൻ ശല്യത്തിന് ഒഴിവാക്കാൻ ഈ പറഞ്ഞ ടീ ട്രീ ഓയിലിന് സാധിക്കും. അപ്പോ അതും ഒരു ഗുണമാണ്. അപ്പൊ ഇതൊക്കെ ചേർന്നിട്ടുള്ള, അതായത് സാൽ റസിൻ അടങ്ങിയിട്ടുണ്ട്, ഉങ്ങുണ്ട്, അതുപോലെ തന്നെ മഞ്ചട്ടി, ദേവദാരു തൈലം, മരമഞ്ഞൾ, അതുപോലെ തന്നെ കറ്റാർ വാഴ, ടീ ട്രീ ഓയിൽ, ഇത്രയും കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ള ഈ വളരെ ചെറിയ കുഞ്ഞനായിട്ടുള്ള വൂണ്ട് ഹീലിംഗ് ക്രീം. ഈ വൂണ്ട് ഹീലിംഗ് ക്രീം എന്തിനൊക്കെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ പറയുന്നത്, നമ്മൾ പൊതുവെ മുറിവ് പൊള്ളലിനാണെങ്കിലും മറ്റുള്ള ആളുകൾ ഇങ്ങോട്ട് കുഴിനകത്തിനും മൂക്കുരു പോകാനും നല്ല സ്കിന്ന് നല്ല സ്മൂത്ത് ആകാനും എന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് പറയാനുള്ള കാരണം ഈ പറയുന്ന കണ്ടന്റുകൾക്ക് ഉണ്ടാകുന്ന ആ ക്വാളിറ്റിയാണ്. ഇതാണ് ഒന്നാമത്തെ നമ്മുടെ പ്രൊഡക്റ്റ്.